നമ്മുടെ സൂപ്പർ സ്റ്റാർ ഋത്തിക് റോഷന് കഴിഞ്ഞ ദിവസം 52 വയസ്സായി. അപ്പോൾ ഋത്തിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട്. കഹോനോ പ്യാർ ഹെ എന്ന് പറയുന്ന ആ ഒരു സിനിമ മുതൽ അങ്ങോട്ട് ഒരുപാട് ഫേവറേറ്റ് സിനിമകളുണ്ട് എൻ്റെ ഋത്തിക്കിൻ്റെ. അപ്പോൾ ഋത്തിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. രാകേഷ് റോഷൻ എന്ന് പറയുന്ന ഒരു ഓൾറൗണ്ടർ, എനിക്ക് തോന്നുന്നു ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, നമ്മുടെ അടുത്ത് ശ്രീനിവാസനെയൊക്കെ പോലെ ആയിരുന്നു അദ്ദേഹം. അതായത് ഫാമിലി ഓഡിയൻസിന് അദ്ദേഹം ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹം എഴുതും, സംവിധാനം ചെയ്യും, അഭിനയിക്കും, അങ്ങനെയുള്ള ഒരു സകലകല വല്ലഭനായിരുന്നു. അങ്ങനെ രാകേഷ് റോഷൻ്റെ മകനാണ് ഋത്തിക് റോഷൻ. അപ്പോൾ ഒരു സിനിമാ കുടുംബത്തിൽ തന്നെയാണ് ജനിച്ചത്. ഈ പറഞ്ഞ പോലെ നെപ്പോക്കിടുന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ രാകേഷ് റോഷൻ്റെ ബ്രദർ രാജേഷ് റോഷൻ മ്യൂസിക് ഡയറക്ടറാണ്. അപ്പോൾ ഇവരൊക്കെ ഒരു സിനിമ കുടുംബം തന്നെയാണ്. എനിക്കൊന്ന് ഋത്തിക്കിൻ്റെ അമ്മയും ഈ പറഞ്ഞ സിനിമ കുടുംബത്തിലേക്ക് തന്നെയാണ്. അപ്പോൾ ചെറുപ്പം മുതൽ സിനിമ തന്നെയായിരുന്നു ഋത്തിക്കിൻ്റെ മനസ്സിലാക്കുക. പക്ഷേ ഋത്തിക്കിന് ഭയങ്കര ഒരു കോംപ്ലക്സും കാര്യങ്ങളൊക്കെ ഋത്തിക്കിന് ഈ പറഞ്ഞ ഒരു വിക്കൽ പ്രശ്നം ഉണ്ടായിരുന്നു. ഋത്തിക്കിന് സംസാരിക്കാൻ, ആളുകളോടൊക്കെ സംസാരിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള ആളായിരുന്നു. പിന്നെ ഷൈ ആയിരുന്നു, ഇത്രയും മെലിഞ്ഞിട്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഋത്തിക്കിനുള്ളിൽ കുറച്ച് കോംപ്ലക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ട് പറഞ്ഞ പോലെ ഋത്തിക്ക് അച്ഛൻ്റെ കൂടെ എന്താ പറയുക, ചെറുപ്പത്തിൽ അച്ഛൻ്റെ കൂടെ അങ്ങ് കൂടി. എന്നിട്ട് ബാലതാരമായിട്ട് കുറേ സിനിമകൾ ഋത്തിക്ക് അഭിനയിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം, രജനീകാന്തിൻ്റെ കൂടെ ഒരു സിനിമയിൽ രജനീകാന്ത് ലീഡ് ചെയ്ത് 87 ഇറങ്ങിയ ഒരു സിനിമയാണ്. ആ ഒരു സിനിമയിൽ ഋത്തിക്കുണ്ട്. അതിൻ്റെ സ്റ്റീൽസൊക്കെ പലപ്പോഴും ഈ അടുത്തൊക്കെ എനിക്ക് തോന്നുന്നു രജനീകാന്തിൻ്റെ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഋത്തിക്ക് അതൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് അച്ഛൻ്റെ കൂടെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് ഋത്തിക്ക് കൂടി. അതിൽ മെയിനായിട്ട് കരൺ അർജുൻ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. ആ ഒരു സിനിമ ആണ് രാകേഷ് റോഷൻ്റെ ഒരു വലിയൊരു ഹിറ്റ് സിനിമയാണ്. ഇപ്പോൾ നമുക്ക് 90s കിഡ്സിനൊക്കെ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ഒരു രാകേഷ് റോഷൻ സിനിമയായിരിക്കുന്നത്. കാരണം ഷാറൂഖ് ഖാനും കജോളും നമ്മുടെ സൽമാൻ ഖാനും ഒക്കെ അഭിനയിച്ചൊരു സിനിമയാണ്. ഒരു പുനർജന്മ കഥയ്ക്കണം, നല്ല ഒരു റിവെഞ്ച്, ഒരു മസാല സിനിമ തന്നെയായിരുന്നു. അതിൽ ഋത്തിക്ക് അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. എന്നിട്ട് ഋത്തിക് എന്ന് പറയാറുണ്ട്, അന്ന് ഋത്തിക്കാണ് ഇതിൽ പോയിട്ട് എന്താ പറയുക, ചായ ഉണ്ടാക്കാനും സെറ്റ് ക്ലീൻ ചെയ്യാനും ശരിക്കൊരു അസിസ്റ്റൻറ്റിൻ്റെ പണി. അതായത് ഒരു താരപുത്രനോ അല്ലെങ്കിൽ പറഞ്ഞ ഒരു സംവിധായകൻ്റെ മകനോ എന്ന രീതിയിലൊന്നും അല്ല. ഞാൻ ഇവരുടെ കൂടെയൊക്കെ എന്താ പറയുക, ഇവർക്ക് ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെ നിന്നിരുന്ന ഒരാളായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഋത്തിക്കിന് ഈ പറഞ്ഞ പോലെ ഋത്തിക്ക് വലുതായി കഴിഞ്ഞ് സിനിമയിലോട്ട് വരാനുള്ള ആ ഒരു എൻട്രി ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഋത്തിക്കിൻ്റെ ഒരു ബോഡിയൊക്കെ നമുക്കറിയാം. ഇന്ന് ഋത്തിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു ബോഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഋത്തിക്കിൻ്റെ ആദ്യ സിനിമയിൽ തന്നെ ഋത്തിക്ക് നമ്മളെ ഞെട്ടിച്ചതാണ്. ആ ഒരു ബോഡിയൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഋത്തിക്കിനെ ശരിക്കും എന്താ പറയുക, ഒരു മോട്ടിവേഷനൊക്കെ കൊടുത്ത് ഋത്തിക്കിനെ കൊണ്ട് ട്രെയിൻ ചെയ്യിപ്പിച്ച ആളെന്ന് പറയുന്നത് സൽമാൻ ഖാനാണ്. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ അഭിനയത്തിലോട്ട് എന്താ പറയുക, നായകനായിട്ട് വരേണ്ട ഒരു സമയമൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ അച്ഛനും ഒരു കോൺഫറൻസ് വന്നു. അതായത് രാകേഷ് റോഷന് കോൺഫറൻസ് വന്ന് രാകേഷ് റോഷൻ്റെ കൊയില എന്ന് പറഞ്ഞ ഷാറൂഖ് ഖാൻ അഭിനയിച്ച സിനിമ, അതിൽ ഋത്തിക്ക് അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. അപ്പോൾ കൊയിലയിലെ കുറച്ച് സീൻസൊക്കെ ഈ പറഞ്ഞ പോലെ ഷാറൂഖ് ഖാൻ്റെ കുറച്ച് സീൻസൊക്കെ ഋത്തിക്ക് പെർഫോം ചെയ്യുന്നൊക്കെ കണ്ടിട്ട് അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിനും ഒരു കോൺഫിഡൻസ് മകനിൽ വന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ആക്ടിങ് സ്കൂളിലൊക്കെ പോയിട്ട് ആക്ടിങ് കോഴ്സുകളൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ പോലെ കഹോന പ്യാർ ഹെ. ശരിക്കും കഹോന പ്യാർ ഹെക്ക് മുമ്പ് ഇതിൽ ഒരു ശേഖർ കപൂറിൻ്റെ, അതായത് താര റംപം, ആ ഒരു സിനിമയാണ് ശരിക്കും പ്രീതി സിനിമയുടെ ഓപ്പോസിറ്റായിട്ട് തുടങ്ങാനിരുന്നിരുന്നത്. പക്ഷേ ആ ഒരു സിനിമ ശരിക്കും അന്ന് സംഭവിച്ചില്ല. അത് കഴിഞ്ഞിട്ടാണ് അച്ഛൻ്റെ തന്നെ കഹോന പ്യാർ ഹെ എന്ന് പറഞ്ഞ ഒരു സിനിമ നടക്കുന്നത്. കഹോന പ്യാർ ഹെനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ അന്ന് രാകേഷ് റോഷൻ കുറച്ച് ഫിനാൻഷ്യലി പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഹിറ്റ് സിനിമ ഇവർക്ക് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് മകനെ വെച്ചിട്ട് ഒരു ഹിറ്റ് സിനിമ ഈ പറഞ്ഞ പോലെ എല്ലാം കടമൊക്കെ മേടിച്ചിട്ടൊക്കെ ഒരു സിനിമ ചെയ്തത്. അപ്പോൾ കഹോന പ്യാർ ഹെ ശരിക്കും ഋത്തിക്ക് അന്ന് കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഋത്തിക്ക് കമ്മിറ്റ് ചെയ്ത മറ്റൊരു സിനിമയായിരുന്നു കഭി ഖുഷി കഭി ഗം. നമ്മൾ ആ ഒരു സിനിമയെ കുറിച്ച് നമ്മളൊരു എപ്പിസോഡ് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഋത്തിക്ക് അന്ന് ശരിക്കും പുതുമുഖം. അപ്പോൾ കഹോന പ്യാർ ഹെക്ക് വേണ്ടി ഋത്തിക്ക് ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് 99 ആ ഒരു സമയത്താണ് ഈ പറയണ കഭി ഖുഷി കഭി ഗമിൻ്റെ ഒരു എഴുത്തും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് നമ്മുടെ കരൺ ജോഹർ. അപ്പോൾ കരൺ ജോഹർ ആദ്യം തന്നെ ഈ ഒരു അനിയൻ ക്യാരക്ടറിനെ പോയിട്ട് ഋത്തിക്കിനെ പോയി കണ്ടു. ഋത്തിക്കിനെ അറിയാം, ചെറുപ്പത്തിലെ ഇവരൊക്കെ ഒരു സിനിമാ കുടുംബങ്ങളായതുകൊണ്ട് ഋത്തിക്കിനെ ചെറുപ്പത്തിലെ അറിയാം. ഋത്തിക്കിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇതിൽ നീയാണ് എൻ്റെ ഷാറൂഖ് ഖാൻ്റെ അനിയൻ്റെ റോള് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പലവർക്കും അന്ന് ചോദിച്ചു, ഋത്തിക്ക് ഒരു സിനിമ പോലും ഇറങ്ങിയിട്ടില്ലല്ലോ, എന്തിനാണ് അഭിനയിപ്പിക്കുന്നത്? അപ്പോൾ കരൺ ജോഹർ പറഞ്ഞില്ല, ഹീൽ ബി ദ നെക്സ്റ്റ് സ്റ്റാർ എന്നൊരു ഉറപ്പ് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെയാണ് ആ ഒരു സിനിമ അന്നേ കമ്മിറ്റ്മെന്റ് കൊടുത്തു. അങ്ങനെയാണ് പിന്നെ കഹോന പ്യാർ ഹെ ഇറങ്ങുന്നു. കഹോന പ്യാർ ഹെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു ഒറ്റ രാത്രി കൊണ്ട് എന്താ പറയുക, ഋത്തിക്ക് ഭയങ്കര സ്റ്റാറായി. അപ്പോൾ കഹോന പ്യാർ ഹെ കഴിഞ്ഞ ശേഷം അത് ഇറങ്ങി ഹിറ്റായി നിൽക്കുന്ന ഒരു സമയത്താണ് കഭി ഖുഷി കഭി ഗമിൻ്റെ ഷൂട്ടിങ്ങിലേക്ക് വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഷാറൂഖ് ഖാൻ്റെ ഓൾറെഡി കുറച്ച് സിനിമകൾ പരാജയപ്പെട്ട് നിൽക്കുന്നു, ഋത്തിക്ക് സ്റ്റാറായി നിൽക്കുന്നു. അപ്പോൾ അവിടെ തന്നെ ആളുകൾ ഈ പറഞ്ഞ മാഗസീൻസിലൊക്കെ ഷാറൂഖിനെ ഋത്തിക്കിനെ തമ്മിലുള്ള ഒരു കമ്പാരിസണും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സമയമായിരുന്നു. പക്ഷേ ഋത്തിക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഉദയ് ചോപ്ര ഋത്തിക്കിൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ ഉദയ് ചോപ്ര
ഈ പറഞ്ഞ പോലെ തന്നെ ഇവരെ ഭയങ്കരമായിട്ട് ഋത്തിക്കിനൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു ആളായിരുന്നു, ഭയങ്കര ഒരു ധൈര്യം കൊടുത്തിരുന്ന ഒരാളായിരുന്നു. പിന്നീട് അങ്ങോട്ട് നമുക്കറിയാം കുറേ സിനിമകൾ, ഈ മുജേ ദോസ്തി കരേഗ, പിന്നെ യാദേൻ, മിഷൻ കാശ്മീർ, അതിൽ പരാജയവും വിജയങ്ങളും ഒക്കെ ഉണ്ടായി. പക്ഷേ ഈ പറഞ്ഞ കഹോനിയ പേരഹെ പോലൊരു ബ്ലോക്ക് പോസ്റ്റർ കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഈ പറഞ്ഞ പോലെ അച്ഛൻ്റെ തന്നെയാണ് ഈ കോയി മിൽ ഗയ എന്ന് പറയുന്ന ഒരു സിനിമ. അത് ഋത്തിക് എന്ന് പറയുന്ന ഒരു നടൻ, അന്നും ഋത്തിക്കിന് ഈ ബോഡിയുള്ളൂ, ഒരു മാസ് ചെയ്യാൻ പറ്റും, ഋത്തിക്കിന് ഉള്ളിൽ ഒരു നടനില്ല എന്നൊക്കെ പല ക്രിട്ടിക്സ് പറഞ്ഞു കൊടുത്ത ഋത്തിക്ക് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുത്ത സിനിമയിൽ നിന്ന് കോയി മിൽ ഗയ. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നീട് നമുക്കറിയാം കൃഷ് എന്ന് പറയുന്ന ഒരു സിനിമ, അത് കഴിഞ്ഞിട്ട് കുറേ സിനിമകൾ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ജോധ അക്ബർ എന്ന് പറഞ്ഞുള്ള സിനിമയൊക്കെ അന്ന് ഋത്തിക്ക് തന്നെയായിരുന്നു അന്ന് മനസ്സിൽ, അത് ഋത്തിക്കിനെ തന്നെ മനസ്സിൽ കണ്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഋത്തിക്ക് റിജക്റ്റ് ചെയ്ത കുറേ സിനിമകളുണ്ട്. അപ്പോൾ എനിക്ക് അത് ഈ പറഞ്ഞ പോലെ എനിക്ക് ഈ അടുത്തൊരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചാൽ അതിൽ ഒരു സിനിമയായിരുന്നു 3 Idiots. നമുക്കറിയാം 3 Idiotsഉം അത് കേട്ട് അത് നൻപൻ ആയിട്ടും ഹിറ്റായിരുന്നു. 3 Idiotsൽ ഋത്തിക്കിനെയാണ് ആലോചിച്ചിരുന്നത്. ദിൽ ചാത്താ ഹെ, ഇത് രണ്ടും അമീർ ഖാനാണ് അഭിനയിച്ചത്. ദിൽ ചാത്താ ഹെ ഈ പറഞ്ഞ പോലെ തന്നെ അന്ന് ശരിക്കും പറയുകയാണെങ്കിൽ അതെന്തോ ഋത്തിക്കിൻ്റെ മറ്റ് തിരക്കുകളും കാരണമൊക്കെ ആയിരിക്കും ഋത്തിക്ക് അത് ചെയ്യാതിരുന്നത്. പിന്നെ സ്വദേശ്, ലഗാൻ, രംഗദേ ബസന്തി, ഇതിൽ സ്വദേശം ലഗാനിലെ ലീഡ് റോള് തന്നെ. രംഗദേ ബസന്തിയിൽ അതിൽ സിദ്ധാർത്ഥിൻ്റെ റോള്, നമുക്കറിയാം ആമീർ ഖാൻ്റെ പോലെ തന്നെ തുല്യ പ്രാധാന്യമുള്ള റോളായിരുന്നു സിദ്ധാർത്ഥ് ചെയ്തത്. പക്ഷെ ആ റോള് ഇന്ന് ഋത്തിക്ക് വിട്ട റോളാണ് അത്. പിന്നെ എനിക്ക് തോന്നുന്നു ബാഹുബലിയിലും ഇതേപോലെ ഋത്തിക്കിനെ അന്ന് മനസ്സിൽ ആലോചിച്ചിരുന്നു. പക്ഷെ അന്ന് ഈ ജോധ അക്ബറൊക്കെ പോലത്തെ പീരീഡ് സിനിമയൊക്കെ ചെയ്തിട്ടുള്ളൂ, ഇനി അങ്ങനത്തെ ഒരു സിനിമ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഋത്തിക്ക് മാറിയതാണ്. എങ്ങാനും അത് ഋത്തിക്ക് ചെയ്തിരുന്നെങ്കിൽ പ്രഭാസ് ചിലപ്പോൾ ഈ ലെവലിൽ എത്തുന്ന ഒരു സ്റ്റാർ ആവുമായിരുന്നില്ല. പിന്നെ മേഹൂനയിൽ അതിൽ ആ ഒരു സെക്കൻഡ് ഹീറോ എന്നുള്ള റോളാണ് ചെയ്തത്. പക്ഷെ ഋത്തിക്ക് അത് സെക്കൻഡ് ഹീറോ വേഷം വേണ്ട എന്ന് പറഞ്ഞ് വിട്ടു. പിന്നെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് രാമായണിൽ ആ രാവണൻ്റെ വേഷത്തിൽ ഋത്തിക്കിനെ വിളിച്ചിരുന്നു. പക്ഷേ ഋത്തിക്ക് അത് റിജക്ട് ചെയ്തിട്ട് ആ റോളാണ് യാഷ് ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകളൊക്കെ പറയുന്നത്. പിന്നെ നമുക്കറിയാം വളരെ സിന്ദിഗി നാമിലേക്ക് ദോബാറ എന്ന് പറയുന്ന ഒരു സിനിമ, ആ ഒരു സിനിമ ശരിക്കും അന്ന് ഈ പറഞ്ഞ പോലെ രൺവീർ കപൂറും ഇർഫാൻ ഖാനെയൊക്കെ വെച്ചിട്ട് ആലോചിച്ചിരുന്ന ഒരു സിനിമയായിരുന്നു. പക്ഷേ ഇവർ മാറിയ ശേഷം അതിലേക്ക് ഈ പറഞ്ഞ പോലെ ഋത്തിക്ക് വന്നു, ഫർഹാൻ അക്തർ വന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് വേറെ നടന്മാർ വിട്ട് കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ വേറെ നടന്മാരെ മാറ്റി കഴിഞ്ഞപ്പോൾ ഋത്തിക്കിന് വന്ന ഒരു ഗംഭീര റോൾ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഋത്തിക്കിൻ്റെ ഒരു റോള് തന്നെയാണത്. അപ്പോൾ എന്തായാലും ഇതായിക്കാണ് നമുക്ക് പറഞ്ഞ പോലെ 52 വയസ്സായിട്ടുള്ളൂ. വളരെ ചെറുപ്പത്തിൽ തന്നെ സിനിമയിൽ വന്ന് അവിടെ നിന്ന് അങ്ങോട്ട് എന്താ പറയുക സ്വന്തമായിട്ട് ഒരു സ്പേസ് അങ്ങ് ഉണ്ടാക്കിയെടുത്തു. അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ പല പേഴ്സണൽ പ്രോബ്ലംസും ഫാമിലി പ്രോബ്ലംസും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിന് കുറേ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ബാങ് എന്ന് പറയുന്ന ഒരു സിനിമയിൽ ചെയ്യുന്ന സമയത്താണ് അവിടെ വെച്ചിട്ട് എന്തോ ഒരു വലിയൊരു അപകടം ഉണ്ടായിട്ട് സീരിയസ് ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ അദ്ദേഹം റിക്കവർ ചെയ്ത് വന്നു. പിന്നെ വാർ എന്ന് പറയുന്നൊരു സിനിമ എൻ്റെ ഒരു ഫേവറേറ്റ് സിനിമയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വാർ 2 വന്നു, അതങ്ങോട്ട് വലിയ ക്ലിക്കായില്ല. പക്ഷേ എങ്കിലും ഈ പറഞ്ഞ പോലെ ഋത്തിക്ക് ഇന്നും അവിടെ ടോപ്പാണ്. എനിക്കോട് ഋത്തിക് ഒരു കാലത്ത് ഒരു സൂപ്പർ സ്റ്റാർ, അതായത് ഷാറൂഖ് ഖാൻ, അത് കഴിഞ്ഞിട്ട് വന്ന ഒരു ജനറേഷനിൽ ഋത്തിക്കായിരുന്നു ഒരു വലിയ സൂപ്പർ സ്റ്റാർ. പിന്നീടാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ രൺബീർ കപൂറും രൺവീർ സിംഗും ഒക്കെ വന്നത്. പക്ഷേ എങ്കിലും ഋത്തിക്ക് ഒരു എന്താ പറയുക, നമുക്ക് എല്ലാവരും ഒരു പ്രത്യേക ഇഷ്ടമാണ് എല്ലാവർക്കും ഋത്തിക്കിനോട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഋത്തിക്കിൻ്റെ ഇഷ്ടപ്പെട്ട സിനിമ ഇപ്പം എനിക്ക് കൊണ്ട് കഹോനിയ പ്യാർ ഹെ ഈ പറഞ്ഞ പോലെ തന്നെ ഇറങ്ങിയിട്ട് 2000 ജാനിലാണ് ഇറങ്ങുന്നത്. അത് ഇറങ്ങിയിട്ട് ഒരു 25 വർഷം പറയും. അപ്പോൾ നിങ്ങൾക്ക് ഋത്തിക്കിൻ്റെ ഇഷ്ടപ്പെട്ട സിനിമകൾ, ഋത്തിക്ക് ബാലതാരമായിട്ടുള്ള ഈ പറയുന്ന സിനിമകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്യുക.